കോസ് ഔട്ട്കമ്മിൻ്റെ ലാസ്റ്റ് ഔട്ട്കം ആയിട്ടുള്ള പോളിഫേസ് സർക്യൂട്ടിലെ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൽ ഒരു പ്രോബ്ലമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ തന്നിരിക്കുന്ന ചോദ്യം നമുക്ക് ഇത് പ്രകാരം വായിക്കാം. ഒരു 3 ഫേസ് 3 വയർ വൈ കണക്റ്റഡ് അല്ലെങ്കിൽ സ്റ്റാർ കണക്റ്റഡ് വിത്ത് ലൈൻ വോൾട്ടേജ് 230, ഇമ്പിഡൻസ് 6+j8 ആണെന്ന് തന്നിട്ടുണ്ട്. ഓമാണ്. ഫൈൻഡ് ദ ലൈൻ കറണ്ട്, പവർ അബ്സോർബ് ഇൻ ഈച്ച് ഫേസ്. ഇത് കാണാൻ വേണ്ടിയിട്ട് എന്താണ് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ 6+j8 ആണ്. അപ്പോൾ പോളാർ ഫോം അതിൻ്റെ ഒറ്റ മാഗ്നിറ്റ്യൂഡിലേക്ക് മാറ്റാൻ √r² + 8² 10 ഓമാണ് കിട്ടുക. ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 230 ആണ്. ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ലൈൻ വോൾട്ടേജ് /√3 ആണ് സ്റ്റാർ കണക്ഷനിൽ. 230 / √3 എന്ന് പറഞ്ഞാൽ 133 ആണ്. 133/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13.3 ആംബിയർ ആണ്. 13.3 ആംബിയർ തന്നെയാണ് എന്തെന്ന് പറയുന്നതും ലൈൻ വോൾട്ടേജ് ലൈൻ കറണ്ട് എന്ന് പറയുന്നതും. കാരണം സ്റ്റാർ കണക്ഷനിലെ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും തുല്യമാണ്, വോൾട്ടേജ് മാത്രമാണ് വ്യത്യാസം വരുന്നത്. പവർ കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ചും അബ്സോർബ് പവർ കാണാൻ √3 × VL × IL × cos φ ആണ് സാധാരണ ഉപയോഗിക്കാറ്. പക്ഷേ പെർ ഫേസ് വാല്യൂ ആണ്. പവർ അബ്സോർബ് ബൈ പെർ ഫേസ് വാല്യൂ ചെയ്യാൻ I ഫേസ് സ്ക്വയർ × RPH ചെയ്താൽ മതി. 13.3² R എന്ന് പറഞ്ഞാൽ 1061 വാട്ട്സ് ആണ്. VR, VY, VB are the phase voltage. IR, IY, IB are the phase current. VR is a reference voltage. നമ്മളിങ്ങനെ വെർട്ടിക്കലായിട്ട് വരച്ചിരിക്കുന്നു. 120 ഡിഗ്രി ഇങ്ങനെ ഇങ്ങോട്ടെടുത്തിട്ട് VY വരയ്ക്കും. അതേപോലെ തന്നെ 120 ഡിഗ്രി ഈ സൈഡിലോട്ട് VB വരയ്ക്കും. അതിനുശേഷം ഓരോ കറണ്ടും എന്ത് ചെയ്യുക, വരയ്ക്കുക. അങ്ങനെ കറണ്ട് വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? അതിനെ പോളാർ സെഡിനെ ആദ്യം ഇമ്പിഡൻസിനെ പോളാർ ഫോമിലോട്ട് മാറ്റുക. ദാറ്റ് ഈസ് tan ഇൻവേഴ്സ് 8/6 53.8 ഡിഗ്രി കിട്ടും. VR എന്ന് പറയുന്നത് 0 റെഫറൻസ് ആയിട്ടാണ് നമ്മൾ നേരത്തെ കണ്ടു. 133 ആംഗിൾ 0 ആണ്. അതേസമയം VY എന്ന് പറഞ്ഞാൽ 133 ആംഗിൾ -120 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിനെ റെക്റ്റാങ്കുലർ ഫോമിലോട്ട് മാറ്റുമ്പോൾ 133 × cos -120 ദാറ്റ് ഈസ് 0.5 അര കൊണ്ട് ഗുണിച്ചാൽ എന്ത് വരും? 66.5 വരും. 133 sin -120 എന്ന് പറഞ്ഞാൽ -8.866. അതുകൊണ്ട് ഗുണിച്ചാൽ -115 J കൂടി അവിടെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ +120 ആണെങ്കിൽ ഇതേ വാല്യൂ തന്നെ കിട്ടുക. പക്ഷേ cos 120 എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. അതുകൊണ്ട് -66.5 J115 എന്നാവും. അപ്പോൾ IR എന്ന് പറഞ്ഞാൽ പോളാർ ഫോമിൽ ഇത് ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് 133 ആംഗിൾ 0 / 10 ആംഗിൾ 53.8 എന്ന് പറഞ്ഞാൽ -58.8 ഡിഗ്രി കിട്ടും. അതായത് കറണ്ട് വോൾട്ടേജിൽ നിന്ന് ലാഗ് ബിഹൈൻഡ് 53.8 ഡിഗ്രി. IY എന്ന് പറയുന്നത് -120 / 53.8 -173.8 ഡിഗ്രി കിട്ടും. IB എന്ന് പറഞ്ഞാൽ VB / ZB 133 ആംഗിൾ 120 / 10/13.3 ആംഗിൾ 66 ഡിഗ്രി കിട്ടും. ഇങ്ങനെ വരുമ്പോൾ അത് ഓരോന്നും നമ്മൾ മാർക്ക് ചെയ്യുന്നു. ആദ്യത്തെ കിട്ടിയത് ആദ്യം തന്നെ ഞാൻ ആദ്യം വരയ്ക്കാനുള്ളത് VR ആണ്. പിന്നെ 120 ഡിഗ്രിയിൽ VY ആണ്. പിന്നെ 120 ഡിഗ്രി ഈ സൈഡിൽ എന്താണ് പറയുക VB ആണ്. ഇനി ഇവിടുന്ന് കൂട്ടി പോവുകയാണെങ്കിൽ ഇത് 120, ഇവിടെ പ്രൊട്ടക്ടർ 0 വെച്ചിട്ട് ഇവിടുന്ന് വീണ്ടും 120 അളന്നാൽ മൊത്തം 240 VB കിട്ടുക. അപ്പോൾ ആദ്യം VR ൽ നിന്ന് 58 ഡിഗ്രി
ആ 53.8 ഡിഗ്രിയാണ് IR എന്ന് പറയുന്നത്. നമ്മൾ താഴത്തേക്കാണ് മൈനസിനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. വീണ്ടും മൈനസിലാണ് 173.8, 180നോട് ഏകദേശം അടുത്ത്. അതായത് VR നേരെ ഓപ്പോസിറ്റ് വരേണ്ടതാണ്. ഇങ്ങോട്ട് ലൈൻ വരണതാണ്. അതിന് പകരം എന്ത് വരുന്നു? -178. ഇനി ഒരെണ്ണം പ്ലസ് ആണ് 66.5, അത് മുകളിലോട്ട് ഇടുന്നു. +120 ആയതുകൊണ്ടാണ് +120യിൽ നിന്ന് 53.8. ഇമ്പിഡൻസിന് മാറ്റമില്ലല്ലോ, അതുകൊണ്ടാണ് ഓരോ ഫേസുകൾ. അപ്പോൾ ഓരോ ഫേസിലെയും കറണ്ടും ആംഗിളും കണ്ടാൽ മാത്രമേ ഏത് വരയ്ക്കാൻ പറ്റുള്ളൂ? ഫേസ് വോൾട്ടേജും ഫേസ് കറണ്ടും തമ്മിലുള്ള റിലേഷൻ ഫേസർ ഡയഗ്രത്തിൽ വരയ്ക്കാനായിട്ട് പറ്റുകയുള്ളൂ. Thank you for watching this video.